യെസ്, വെൽക്കം ബാക്ക്. നമ്മൾ കീം 2023 വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കാണാൻ പോകുന്നത്. ഇത് കുട്ടികളെ മാത്രമല്ല ടീച്ചേഴ്സിനെയും കുഴപ്പിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ലെറ്റ് എ ബി 2n+1 ക്രോസ് 2n+1, അതായത് ഓഡ് ഓർഡർ സ്ക്വയർ മാട്രിക്സ് with integer entries and positive determinant where n is a natural number. If a transpose is equal to I is equal to a transpose A, then which of the following statement always hold? അതായത് ഓഡ് ഓർഡർ പോസിറ്റീവ് ഡിറ്റർമിനൻ്റ് ഉള്ള ഒരു ഓർത്തോഗണൽ മാട്രിക്സ് തന്നിരിക്കുകയാണ്. ഇത് ഓർത്തോഗണൽ മാട്രിക്സ് തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പല ആളുകളും എ ഈസ് ഈക്വൽ ടു ഐ എന്നൊക്കെ പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്തിട്ട് വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ശരിയായ നടപടിയല്ല. കാരണം എ ഈക്വൽ ടു ഐ കൊടുത്താൽ വേറെ ഓപ്ഷൻസൊക്കെ കറക്റ്റായിട്ട് വരും. പിന്നെ മാത്തമാറ്റിക്സിൽ ഒരു കാര്യം പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും എക്സാമ്പിൾ എടുത്തിട്ട് പ്രൂവ് ചെയ്യലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് ബൈ ദ വേ ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് മാട്രിക്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾ ലീനിയർ ആൾജിബ്ര ഒക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഡോഗാണ് അതിൻ്റെ ആൻസർ വരിക. അതെങ്ങനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ഐ ആണ് എടുക്കാൻ പോകുന്നത് ഞാൻ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ഐ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് തന്നിരിക്കുന്നത് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ ആണല്ലോ. ഈ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ ആയതുകൊണ്ട് അതിന് രണ്ട് സൈഡിലും ഡിറ്റർമിനൻ്റ് എടുത്താൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 1 ആണല്ലോ. അപ്പോൾ ദിസ് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് 1 ആണല്ലോ. ഡിറ്റർമിനൻ്റ് ഓഫ് എയും ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസും സെയിം ആണല്ലോ. സോ ദിസ് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണല്ലോ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു +or-1 കിട്ടുമല്ലോ. പക്ഷേ ഡിറ്റർമിനൻ്റ് ഓഫ് എ പോസിറ്റീവ് എന്ന് തന്നതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എ വാല്യൂ എന്താണെന്ന് കിട്ടി? 1 ആണെന്ന് കിട്ടി. യെസ്, അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്തായിരിക്കും? 1 ആയിരിക്കണം. ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ദിസ് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ഐനെ എ ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പോവാം. അപ്പോൾ ദിസ് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് ഈ നമുക്ക് എയിനെയും കൂടി ഒന്ന് മാറ്റി എഴുതാം നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടി. ഈ എനെ ഞാൻ എ ഐ എന്ന് എഴുതാൻ പോവാം. എ ഐ. ഓക്കെ, ഇനി ഞാൻ എ പുറത്തേക്ക് എടുക്കുന്നു. എ ഇൻറ്റു ഐ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പോവാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി പറഞ്ഞത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. ദിസ് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ഐ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതി. ഡിറ്റർമിനൻ്റ് ഓഫ് എ 1 ആണ്. സോ ദിസ് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് ഐ മൈനസ് എ ട്രാൻസ്പോസ്. സോ ദിസ് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് ഐ മൈനസ് എ ഹോൾ ട്രാൻസ്പോസ് ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സ് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് ഐ മൈനസ് എ ആണ്. ആൻഡ് ദിസ് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് മൈനസ് ഓഫ് എ മൈനസ് ഐ ആണ്. ഓക്കെ, ഇനി ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ ടൈംസ് എന്ന് പറയുന്നത് ലാംഡ റേസ് ടു n ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും. എയുടെ സൈസ് n/n ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ദിസ് ഇസ് -1 റേസ് ടു സൈസ് തന്നിരിക്കുന്നത് 2n+1 ആണ്. ദിസ് ഇസ് -1 റേസ് ടു 2n+1 ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ഐ എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഇസ് മൈനസ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ഐ എന്ന് കിട്ടും. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ഐയിൽ നിന്ന് അവസാനിച്ചത് മൈനസ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ഐയിൽ. അതായത് ഒരു സാധനത്തിൽ നിന്ന് തുടങ്ങി അത് ഈക്വൽ ടു മൈനസ് ഓഫ് അതെന്ന് തന്നെ കിട്ടി. ഓക്കെ, സംതിങ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദാറ്റ് തിങ്. ആ സാധനം എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ അതിലെ ഡോഗാണ് അതിലെ കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. ഇതാണ് ഇതിൻ്റെ റൈറ്റ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ എന്താണ്, ഇത് കീമിലൊന്നും ചോദിച്ചു കൂടാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ഇത്തിരി കൂടിയും എന്താ പറയുക, നന്നായിട്ട് ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ആ രീതിയിലേക്ക് നമുക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അത്രമാത്രം നമ്മൾ മാട്രിക്സ് ആൾജിബ്ര സ്ട്രോങ് ആയിരിക്കണം. ഇൻഫാക്ട് ഇതൊക്കെ ഒരു IIT ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പണ്ട് കാലത്ത് IITക്ക് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടുമുട്ടാം. സി യു.